ഈ കോളേജിൽ പോകുമ്പോഴേ പിള്ളേര് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുന്ന കാര്യം എന്താ? എങ്ങനെയാ അപ്രോച്ച് എന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ കുട്ടികൾ എന്താണ് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അത് നമ്മളില്ലേ കാണുമ്പോ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരാളാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചോണ്. കാരണം എന്നെ അല്ലെങ്കിൽ എൻ്റെ അവിടെ ആർക്കും ഒരു വില ഉണ്ടാവില്ല. പിള്ളേര് എല്ലാ ഇപ്പൊ കോളേജിൽ കുട്ടികൾ ഇതിനു മുമ്പും ഗൾഫിലൊക്കെ പോകുമ്പോഴൊന്നും നമുക്ക് ഒരു ക്യൂ നിൽക്കേണ്ടതോ ഒരിതൊന്നും അങ്ങനെ വരാറില്ല. കാണുമ്പം വേഗം അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാര് നമ്മളോട് നല്ല സമീപനത്തോടെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ ഒന്നും കൂടെ കോളേജ് കുട്ടീനെ വിളിക്കണ തന്നെ സന്തോഷത് അത് കേൾക്കണമെങ്കിൽ എത്ര ഭാഗ്യം വേണം. കുട്ടികളെ ഒരു സ്നേഹം ഉണ്ടല്ലോ ഈ പുതിയ ന്യൂ ജനറേഷൻ. അതൊന്ന് മെന്നാന്ന് രാത്രി കുട്ടികൾ വനിതാ കുട്ടികൾ മാത്രമല്ല എടുത്ത് പോയിരുന്നത്. അപ്പൊ അവിടെ പോയപ്പോഴേ മക്കളല്ലാ വണ്ടിന്റെ അവിടെ വന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് മാറി നിൽക്കി എനിക്ക് ശ്വാസം മുട്ടുന്നു. അവർക്കൊന്നും പ്രശ്നമല്ല. കൈയൊക്കെ ഇട്ട് പാലക്കാടോ എപ്പോഴേ വണ്ടി ഇട്ട് കറക്കി 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 തുറന്ന് ഇതില് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പാടാൻ കൊണ്ടുവന്നതല്ലേ കൊല്ലാൻ കൊണ്ടുവന്നതാണ്. പിള്ളേർക്ക് അതൊരു ആവേശം. ഇങ്ങോട്ട് തിരിച്ചുവിടുമ്പോഴാണെങ്കിലേ കുട്ടികൾക്ക് ഭയങ്കര സങ്കടോ. ഞാൻ അങ്ങോട്ട് വരുമ്പോ കുറച്ചും കൂടി നിക്ക് വർത്താനം പറയാൻ നല്ല രസാ. അത് കേൾക്കാൻ നല്ല രസാ. ഈ പിള്ളേര് ഈ ഇങ്ങനത്തെ പാട്ട് പാടണം എന്നൊക്കെ പറയോ? അങ്ങനെ പാടാൻ പറയൂ. ഇന്ന പാട്ട് പാടും നമ്മൾ അന്നേരം പാടി കൊടുക്കും. എനിക്ക് തോന്നുന്നു എമ്മായി ഡാൻസാ കളിക്കുന്നത്. എങ്ങനെയെങ്കിലും ഡാൻസ് കളിക്കുന്ന ഞാൻ ഇവിടുന്ന് കുറെ കളിക്കാൻ നോക്കും. പക്ഷെ കിട്ടൂല. അവിടെ കിട്ടും. കൈ ഇങ്ങനെ പൊക്കിയ പ്രത്യേക ഒരു സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ? പിന്നെ മറ്റേ കുട്ടികളെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച ഒരു സ്റ്റെപ്പ് പിള്ളേർ പറയണേ ഇത് മറന്നോണ്ടട്ടാ ഇത് മറന്നോണ്ട. ശരിക്കും ഈ പാടും കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ശ്വാസം മുട്ടുവോ? ഇല്ല പഠിച്ചോനുണ്ടല്ലോ നമ്മളാരും ദ്രോഹിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ ദ്രോഹിക്കുന്നത് നമ്മളെ കമന്റ് ഇടുന്നവരല്ലേ നമ്മളെ ദ്രോഹിക്കുന്നത്. അല്ലാതെ അതിലെത്ര 10-100 ആള് നല്ലത് പറയുമ്പോ ഒരു 5-10 ആളെ പറയട്ടെ. സ്വാഭാവികം. അവര് അതിനെ കൊണ്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. പിന്നെ അതിന്റെ കുറെ പാവം പൊറുക്കണമല്ലോ. അത് അതിന്റെ ഒത്ത് നടക്കും. എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഞാനാ ഇന്ന് വരെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവോ? എന്റെ വണ്ടിയിൽ പാട്ട് വെക്കാൻ പെടൂല. വെറും വയറ് ഖുർആനോത്ത്. ഒരു പാട്ടുകാരിയാണ് ഈ പറയുന്നത്. എനിക്ക് എത്ര ഡ്രൈവർ മാറേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാം. ഇതുകൊണ്ടാ പാട്ടൊക്കെ വിടയിട്ട് പാട്ടൊക്കെ വിടൂല. നിങ്ങളെന്റെ വണ്ടി എന്റെ വീട്ടിൽ TV ഇല്ല, പാട്ട് സെറ്റ് ഇല്ല, എന്റെ വീട്ടിലില്ല. പാട്ട് പഠിക്കൂല, പാട്ട് കേൾക്കൂല, പാട്ട് പാടും. ഇവരൊക്കെ പാടുന്ന കേട്ടിട്ട് പാട്ട് പാടും. സത്യാണ്. ഞാൻ പാട്ട് പഠിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളെ ഈ ഭാഗത്ത് അല്ലായിട്ടുള്ള നമ്മളത് അത് ഞാൻ കൈവിടൂല. കാരണം ഇതൊന്നും താൽക്കാലികം മാത്രമാണ്. നമുക്കൊരു വിഷയം നമ്മളെ റബ്ബ് നമ്മളല്ല നമ്മളെ പോയിട്ട് ഇവിടം വരെ എത്തിക്കുന്ന നമ്മൾ അള്ളയാണ്. അള്ളാഹ്ക്കുള്ള ശുക്ർ ചെയ്തതിന് ശേഷം മാത്രമേ ഇനിയിപ്പം സ്റ്റേജിലാണെങ്കിലും റൂമിലെത്തിക്കാൻ ഇതൊക്കെ ചെയ്തിട്ടല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല.